ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മളെ ഓണത്തിന് വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ കായ്ച്ചു തുടങ്ങി. നാളെ അത്തമാണ്. അപ്പം ഓണത്തിന് കറക്റ്റായിട്ട് നമുക്ക് വെജിറ്റബിൾസ് കിട്ടുന്നത് മാതിരി നമ്മൾ പച്ചക്കറികളിട്ടു, കായ്ച്ചു തുടങ്ങി. അതിന് ശേഷമിട്ട് ഒരു ട്രിപ്പ് പച്ചക്കറി, അതായത് ഇതിപ്പോൾ ഇതെല്ലാം ഉണ്ടായി തീരുമ്പോഴേക്കും ഈ വഴുതനയൊക്കെ നമുക്ക് ഉണ്ടാകും. അതായത് നമ്മുടെ കാന്താരി മുളകാണ്. അപ്പോൾ നെല്ലിക്കൊക്കെ ഉപ്പിലിടാനായിട്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നിറയെ കാന്താരി മുളകൊക്കെ കിട്ടി. ഇതാ ഒരു വെള്ള വഴുതന, അതിൽ ഒരു സ്വല്പം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് കേടൊന്നുമല്ല, അത് അതിൻ്റെ ആ ഒരു ഫ്ലവറിൽ വന്ന് മുട്ട് പിടിക്കുന്ന സമയത്തുണ്ടാകുന്നൊരു കറ പോലൊരു സംഗതി അതിൽ വന്നതാണ്. ഒരു ഉണ്ട വഴുതനയാണ്. പച്ചമുളക് നമ്മുടെ ചട്നിക്കൊക്കെ നല്ല ടേസ്റ്റ് തരുന്ന നമ്മുടെ നാടൻ പച്ചമുളകാണത്. കണ്ടുവോ, നല്ല മുളകാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നിറയെ പച്ചമുളകുണ്ട്. നമ്മുടെ നീല കത്തിരി. അപ്പം ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ വെണ്ട, അടുത്ത വെണ്ട നമ്മളിതെല്ലാം ഏകദേശം ഒരു മാസം മുമ്പ് നട്ട് നമുക്കിതാ ഇപ്പോൾ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ വഴുതന ഇതൊക്കെ ഓണാകുമ്പോഴത്തെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇന്നോ നാളെയൊക്കെ പറിക്കാവുന്ന തരത്തിലുള്ള വലിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേനും ഈ വെണ്ടയൊക്കെ നമുക്ക് വിളവെടുപ്പിന് തയ്യാറാവും. ഇത് പിന്നെ കൂർക്കയാണ്. നമ്മൾ ഇവിടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടിട്ടുള്ള കൂർക്ക തൈകളാണത്. ഇത് മുൻപത്തെ ട്രിപ്പിലുണ്ടായിരുന്ന വഴുതനയാണ്. അത് ഏതാണ്ട് ഈൽഡിങ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത തൈ കിട്ടുമ്പം ഇതിനെല്ലാം കളഞ്ഞ് നമ്മളിതിലോട്ട് ചേനത്തൈയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് പച്ചക്കറി കിട്ടത്തക്ക രീതിയിലുള്ള നമ്മുടെ ചെടികളാണിതൊക്കെ. ഈ വെണ്ടയൊക്കെ നമുക്ക് ഇതെല്ലാം നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ പറിക്കത്തക്ക രീതിയിൽ ചെറുതും വലുതുമായ കായകളൊക്കെ കിട്ടിത്തുടങ്ങി. ഇതാ റെഡ് വെണ്ട കണ്ടു. വെണ്ട ഇങ്ങനെ 2-3 വെറൈറ്റി വെണ്ട നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ അഗത്തിയാണ്. ഇന്ന് ഫ്ലവർ ഉണ്ടായത് പറിച്ചെടുത്തു. ഇത് എന്നാലും ധാരാളം മുട്ടൊക്കെ വരുന്നുണ്ട്. കണ്ടുവോ, ഈ മുട്ടൊക്കെ 2 ദിവസം കൊണ്ട് വിരിയും. അപ്പം നമുക്ക് ശരിക്കും ഒരു ആൾട്ടർനേറ്റ് തോരൻ വയ്ക്കാനുള്ള അഗത്തിപ്പൂ കിട്ടുന്നുണ്ട്. ഇതിലെല്ലാം ഉണ്ട്. ഇത് വളരെ നല്ലൊരു ഔഷധി കൂടിയാണ്. നമ്മുടെ മുളക് കായ്ച്ചു നിൽക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി വിളവെടുപ്പിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയത്. പിന്നെ അത്യാവശ്യം കോവൽ വള്ളിയാണിത്. ഇതിൽ നിന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടും. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഒരു കവറിലാണ് നിന്നത്. അതിൽ പുല്ലൊക്കെ പിടിച്ച് നമുക്ക് വിളവ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങളതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 വലിയ ബാസ്ക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനൊന്നും കൂടെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ശരിയായിട്ട് വളർത്തണം. ഇത് വേറൊരു കോവലാണ്. നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ്. പുതിയതായിട്ട് വാങ്ങിച്ചത് കായ ഉണ്ടാവാൻ തുടങ്ങുന്നു. അപ്പോൾ അതൊരു സന്തോഷം. പിന്നെ നമ്മുടെ കറിവേപ്പില, പറഞ്ഞ പോലെ കൂർക്ക, പയർ, ഇതെല്ലാം. പയറൊക്കെ ഒരുവിധം ഈൽഡിങ് കഴിഞ്ഞു തുടങ്ങി. തക്കാളിയൊക്കെ ഇതാ ഉണ്ടാവാൻ തുടങ്ങി. തക്കാളിയൊക്കെ ഇതാ, കൊച്ചു തക്കാളിയുണ്ട്, വലിയ തക്കാളിയുണ്ട്. ഓണത്തിനൊക്കെ ഇപ്പോൾ എന്ത് വില പച്ചക്കറിക്ക് വന്നാലും നമ്മളിന്ന് എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ഓണത്തിന് വേണ്ട തക്കാളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. വേറൊരു തക്കാളി തൈ, അതിലൊക്കെ പൂവിട്ട് കായ് വന്നു തുടങ്ങുന്നു. നമുക്ക് വേണ്ട കറിവേപ്പിലയുണ്ട്, അത്യാവശ്യം പയർ, പടവലം കായ്ച്ചു കിടക്കുന്ന അടുത്ത വഴുതന. പിന്നെ അത്യാവശ്യം ഒരു പൈനാപ്പിൾ, 1 അല്ല 2 പൈനാപ്പിൾ തൈയുണ്ട്. പടവലമുണ്ട്, വഴുതനയുണ്ട്. ഇപ്പോൾ അടുത്ത തക്കാളി കാണിക്കാം. വേറൊരു വഴുതന, തക്കാളി കണ്ടു.
അപ്പം ഇത് ഉണ്ടായി തറയിലേക്ക് ഇങ്ങനെ മുട്ടിക്കിടക്കുകയാണ്. ഇതാ തക്കാളി കണ്ടു, നല്ല വലിപ്പമുള്ള തക്കാളിയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ തക്കാളി വെറൈറ്റി. ഇതൊക്കെ നമുക്കിപ്പോൾ തൊട്ട് കുറച്ച് പഴുത്ത് തുടങ്ങും. നമുക്ക് ഓണമാകുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം കിട്ടും. ചുമന്ന ചീര അത്യാവശ്യ കവറുകളിലുണ്ട്, ഇഞ്ചിയുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ വെജിറ്റബിൾ കൃഷിയുടെ വിശേഷങ്ങൾ. പിന്നെ അത്യാവശ്യം നമുക്ക് പുതിന ചായയോ പുതിന ബിരിയാണിക്ക് ഉപയോഗിക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ ഫ്രഷായിട്ട് എടുത്ത പുതിന, ഇതൊക്കെ പുതിനയാണ്. താഴെയും നമ്മളിപ്പോൾ എപ്പോഴും മുകളിലേക്ക് കയറി വരാതിരിക്കാൻ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ താഴെ വെച്ചിട്ടുണ്ട്, അടുക്കളയുടെ വശത്ത് വെച്ചിട്ടുണ്ട്. വേറെ വേണ്ട. എന്താ വഴുതിന പ്രാവശ്യം നിറയെ കിട്ടിയായിരുന്നു തൈ. അപ്പോൾ നമ്മൾ തൈ കിട്ടുമ്പോഴെല്ലാം കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്യും. ഇത് വേറൊരു പടവലത്തിൻ്റെ വള്ളി പടർന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട പച്ചക്കറികൾ, ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ, നമുക്ക് 2 പേർക്കും വെച്ചാലും ബാക്കി വരത്തക്ക രീതിയിൽ പച്ചക്കറി നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിത്തരം പച്ചക്കറികളൊന്നും തന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട. സവാള അതുപോലുള്ള കാര്യങ്ങൾ, ഉള്ളിയൊക്കെ വാങ്ങിക്കണം. ബാക്കി പച്ചക്കറികളൊന്നും തന്നെ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം. എന്നാൽ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ്, നമ്മളുടെ അഴുകിപ്പോകുന്ന വേസ്റ്റിനെ ഞങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ആ വേസ്റ്റിനെ നമ്മളിത് അതുപോലെ ഒരു ബക്കറ്റിനകത്തിട്ട് അടച്ചു വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഇളക്കി ഇതിൽ നിന്ന് ജ്യൂസ് എടുത്ത് ചെടികൾക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചെടികളിൽ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വെജിറ്റബിൾസായിട്ട് കിട്ടും. നമ്മൾ കുറച്ച് നേരം, അതായത് രാവിലെ വെയിലൊക്കെ ഒന്ന് കാര്യമാവുന്നതിന് മുൻപേ കയറി വന്ന് നനച്ച് നമ്മളിത് ഈ വളമൊക്കെ കൊടുത്ത് അങ്ങനെ ചെടികളെ പരിപോഷിപ്പിക്കുന്നു, ചെടികളെ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ അത്യാവശ്യം ചാണകം, ഈ ചാണകം കൂടെ ഇതിനകത്ത് കലക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിരിക്കും. പിന്നെ അത്യാവശ്യം ഇടയ്ക്ക് മണൽ ചേർന്ന മണ്ണ്, വളക്കൂറുള്ള മണ്ണ്, പച്ചിലകൾ, ഇലകൾ, ഉണങ്ങിയ ഇലകളൊക്കെ വീണ് കിടക്കുന്ന മണ്ണിനെ നമ്മളൊന്ന് പിന്നെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കും. അതുപോലെ നമ്മുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഒരു ചെടിയിൽ നിന്ന് പടർന്ന് താഴെ വെച്ചിട്ടുള്ള ചെടിച്ചട്ടിയിലേക്ക് പിന്നെ വേര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കൂർക്ക, CTCRI എന്ന് വാങ്ങിച്ച കൂർക്കയാണ്. വളരെ നല്ല വെറൈറ്റിയാണ്. ഇത് പറിക്കുമ്പോൾ നമുക്ക് വേറൊരു ഇതായിട്ട് എടുത്തിടാം, കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്. കാരണം ചെറിയ തൈകളായിട്ട് വെച്ചത്, അത് കണ്ടു ഒരു കവറിൽ നിന്ന് പടർന്നിറങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതുപോലെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾസ്. ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ രീതിയിൽ പൂക്കളും കൂടെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളറിയാതെ മണ്ണിൽ ചട്ടിയെ ഒഴിക്കുമ്പോഴും മണ്ണ് മിക്സ് ചെയ്ത് മാറ്റുമ്പോഴൊക്കെ വരുന്നതാണ്. ഇതാ അടുത്ത പയർ. ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടതായ മലക്കറികളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. തക്കാളി കണ്ടു, ഇത് എനിക്ക് അല്ലാതെ എടുക്കാൻ പറ്റില്ല. ഇത് അപ്പുറത്തെ സൈഡിലിരിക്കുന്നതാണ്. ഇതങ്ങനെ പുറത്തോട്ടേക്ക് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. നമ്മൾ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഫലം കൂടെ കിട്ടുന്നു. ഇതാ ഇനിയിപ്പം നിൽക്കുന്ന പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യും. അത്യാവശ്യം തക്കാളി, ഫ്ലവർ, പയർ, കോവൽ ഒക്കെ കുറേശ്ശെ കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ടിട്ട് ബാക്കി ഞാൻ കാണിക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വിളവെടുപ്പാണ് ഇതെല്ലാം. റെഡ് വെണ്ട, സാദാ വെണ്ട, സാലഡ് വെള്ളരി, അതുപോലെ കുറച്ച് ചെറിയ തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് അകത്തിപ്പൂവ്, ഇത് ഒരു വഴുതിന പറിച്ചത് പാകമായതാണ്. ഇതിനെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷം. ഓക്കേ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അഡ്വാൻസായി പറയുന്നു. അപ്പം എല്ലാവരും സുഖമായിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.